നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും മറ്റും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൂജപ്പുര സരസ്വതി ദേവീക്ഷേത്രം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രമാണ് പൂജപ്പുര സരസ്വതി ദേവീക്ഷേത്രം. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം പ്രസിദ്ധമാണ്. മുൻപ് നവരാത്രി പൂജാകാലത്ത് മാത്രമായിരുന്നു ഇവിടെ ആരാധന ചെയ്തിരുന്നത്. 2010-ൽ ക്ഷേത്രം ഗോപുരത്തോടുകൂടി പുനർനിർമ്മിച്ചു. ക്ഷേത്ര സമീപത്തുള്ള സരസ്വതി മണ്ഡപം 28 കരിങ്കൽത്തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ കരിങ്കൽത്തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെ കൊത്തിവച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ സരസ്വതി മണ്ഡപം സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. നവരാത്രി കാലത്ത് കന്യാകുമാരി ജില്ലയിലെ തക്കലയിലെ കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും മുരുകന്റെയും പ്രതിഷ്ഠ കാവടിയുമായി കൊണ്ടുവന്ന് സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തി പൂജ ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. പൂജാശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂടി സന്ദർശിച്ചാണ് ഇവർ തിരികെ പോവുക. രാജഭരണകാലത്ത് രാജാവ് സരസ്വതി മണ്ഡപത്തിലെത്തി 7 വെള്ളിപ്പണം നൽകുമായിരുന്നുവത്രേ. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് സരസ്വതി മണ്ഡപം. ക്ഷേത്രമിപ്പോൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ്. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും മറ്റും ദേവിയുടെ അനുഗ്രഹത്താൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ചാനലിലൂടെ അവതരിപ്പിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. ശുഭദിനം.